ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. ഇത് നമുക്ക് ലഞ്ചിനും ഉപയോഗിക്കാൻ പറ്റിയ കറിയാണ്. നമുക്ക് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇത് ഉണ്ടാക്കി വെച്ചാൽ വീട്ടിലുള്ളവർക്കും ഇത് ലഞ്ചിനും യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും പിന്നെ 5 മുട്ടയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2-3 ഉരുളക്കിഴങ്ങ് എടുക്കുക. ഇത് ഒരുമിച്ച് കുക്കറിലിട്ട് നമുക്ക് 1 വിസിലോ 2 വിസിലോ വരുന്നത് വരെ വേവിച്ചെടുത്താൽ നമുക്കിതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നല്ല എളുപ്പത്തിൽ പറിച്ച് കളയാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഈസി മെത്തേഡ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് തൊലികളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാനിലേക്ക് ഇടുക. അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ സവാള, ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്യുക. ഇതിനകത്തേക്ക് വേണ്ട മസാലകളായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇത് വേവിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണേ. വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു മുറി തേങ്ങ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ജീരകം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ ജീരകം മതി. ജീരകം ഒരുപാട് ആവശ്യമില്ല. അത് നന്നായി ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് അത് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് കുറുകി വരും. കിഴങ്ങാണല്ലോ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വെള്ളമൊക്കെ തിളച്ച് നല്ല പരുവമായി ഉപ്പും മുളകും എല്ലാം നോക്കുക. മുളക് കുറവാണെങ്കിൽ കുറച്ച് മുളക് ആഡ് ചെയ്യുക. പിന്നെ അവസാനമാണ് മസാലപ്പൊടി ആഡ് ചെയ്യുന്നത്. മസാലപ്പൊടിയും ആഡ് ചെയ്ത് എല്ലാം ഗ്രേവി നല്ല കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ മുട്ട 5 മുട്ടയാണല്ലോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ പീസസ് ആക്കിയിട്ടുണ്ട്. 2 പീസാക്കി മുറിച്ചാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മുട്ടയ്ക്ക് നല്ലൊരു രുചിയായിരിക്കും. ആ മസാലയൊക്കെ ആ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കും. അങ്ങനെ ആ മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചൊന്നും നമ്മൾ ഒന്നും ഇളക്കാൻ പാടില്ല. നമ്മൾ ഇത് വെച്ച് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അങ്ങനെ അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇടാനുള്ള വറ തയ്യാറാക്കാം. അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനകത്തേക്ക് സവാളയോ ചെറിയ ഉള്ളിയോ ആഡ് ചെയ്യുക. നല്ലോണം സവാള ആഡ് ചെയ്യുക. അതിനകത്തേക്ക് കറിവേപ്പിലയും മുളകും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. സവാള നന്നായിട്ട് മൂക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു മധുരമായിരിക്കും. ഒന്നാമത് നമ്മൾ തേങ്ങ അരച്ച കറിക്ക് ചെറിയൊരു മധുരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ സവാള നന്നായിട്ട് മൂക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി അതിനകത്ത് ഇടുക. ആ മുളക് പൊടി ഇട്ട് നല്ലതായിട്ട് ആ മുളക് ചൂടായി കഴിയുമ്പോൾ ആ കറിക്ക് നല്ലൊരു കളറായിരിക്കും. എന്നിട്ട് ഇത് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്